ഹലോ! അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ 100, 120 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കുറഞ്ഞ ചിലവിൽ നമ്മൾ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത്. തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ലിറ്റർ പാലും 1 കപ്പ് പഞ്ചസാര മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പാലപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ പാലിങ്ങനെ തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ടത്. എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ് കേട്ടോ ഇത് ഇളക്കി കൊടുക്കേണ്ടത്. പാലിത് ഏകദേശം ചൂടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഓർ ലോ ഫ്ലെയിം മാറ്റി മാറ്റി വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ പതിയെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഇങ്ങനെ മാറ്റി മാറ്റി വേണം നമ്മളിങ്ങനെ ഇളക്കുവാനായിട്ട്. ചെറിയ രീതിയിൽ ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കളർ ഒരു ക്രീം ഷെയ്ഡിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പ്രോസസ്സൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇതേ പാലൊക്കെ പകുതിയായി വറ്റി കുറുകിയിട്ട് പാത്രത്തിൻ്റെ 1/4 പോർഷനോളം ആയിട്ടുണ്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നല്ല തിക്ക് നല്ല ക്രീമി രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതൊരു ജാറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ ഒരു പാക്കറ്റ് പാല് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിതിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്